നമസ്കാരം. ഇന്നത്തെ എൻ്റെ യാത്ര എവിടേക്കാന്ന് വെച്ചാൽ ബാംഗ്ലൂരുള്ള ഒരു പൂ മാർക്കറ്റ് KR മാർക്കറ്റാണ്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 മാർക്കറ്റ്, ഏറ്റവും വലിയ മാർക്കറ്റായ KR മാർക്കറ്റിലേക്കാണ് ഞാനിന്ന് പോണത്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പൂ മാർക്കറ്റ് കാണുന്നത്. അതായത് ബാംഗ്ലൂർ സിറ്റിക്കകത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. സിറ്റി ജംഗ്ഷനിൽ നിന്ന് നടന്നു വരേണ്ട ദൂരം ബസ് സ്റ്റാൻഡ് നിയറസ്റ്റ് തന്നെയാണ്. ഇവിടേക്ക് വരാനുള്ള എല്ലാ ബസ്, ഓട്ടോ, അങ്ങനെ എല്ലാ സർവീസും അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ മാർക്കറ്റിലേക്ക് ചെല്ലുന്നത്. 4 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ഫുള്ളും കച്ചവടം, നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. മെയിൻലി കാലത്ത് 4 മണി മുതൽ രാവിലെ ഒരു 8 മണി 9 മണി വരെ എല്ലാതരം വ്യാപാരികളും വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകും. പിന്നുള്ളത് ചെറുകിട വ്യാപാരികളാണ് നമ്മുടെ കേരളത്തേക്കുള്ള പൂക്കളും പിന്നെ ഇന്ത്യക്കകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കുള്ള ഈ പൂക്കളൊക്കെ ഇവിടെ നിന്നാണ് പോകാറുള്ളത് എന്നാണ് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. നമുക്ക് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് ഒരു വട്ടം നേരിട്ട് വന്നിട്ട് നമുക്ക് ഓർഡർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ പൂക്കൾ നമുക്ക് വ്യാപാരം ചെയ്യാനുള്ളത് ഇവർ എത്തിച്ചു തരും നേരിട്ട്. പിന്നെ കല്യാണ ആവശ്യങ്ങൾക്കോ വേറെ എന്തെങ്കിലും ബൾക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഓൺലൈൻ സർവീസ് നിലവിലിപ്പോൾ ലഭ്യമാണ്. നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ട് ഡെയിലി സർവീസ് ഉണ്ട്, ബസ് അങ്ങനെയുള്ള കാർ സർവീസൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് കേരളത്തേക്ക് എവിടേക്കാണെങ്കിലും എത്തിച്ചു തരുന്നതാണ് പറയണത്. അത്യാവശ്യം ഒരു കാലത്ത് കാണേണ്ട പ്രത്യേക വൈബ് തന്നെയാണ്. ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഞാനത് കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. ആ പൂക്കളുടെ ഇടയിൽ ആ മണവും ആ തിരക്കും ബഹളവും, അത്ര സിറ്റിക്കകത്ത് ഉള്ള ബഹളത്തിൻ്റെ ഇടയ്ക്ക് അമ്മാതിരി ഒരു വലിയൊരു പൂക്കച്ചവടം നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ കാണേണ്ട ഒരു പ്രത്യേക ഇത് തന്നെയാണ്. ഈ തമിഴും ഹിന്ദിയും കന്നഡവും സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവിടെ എല്ലാതരം ആൾക്കാരും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കച്ചവടക്കാർ ഞാനിവിടെ പോയി കാണുമ്പോൾ അവർ പറയണത് കാലത്ത് മെയിനായിട്ട് രാവിലെ 4 മണി മുതൽ 8-9 മണി വരെയും കച്ചവടം നല്ല രീതിയിൽ നടക്കും. അതിന് ശേഷം ചെറിയ ചെറിയ ആൾക്കാരൊക്കെ വന്ന് മേടിച്ചിട്ട് പോകാറുള്ളതാണെന്ന് പറയുന്നത്. ഇതുവരെ ബാംഗ്ലൂർക്ക് വന്നിട്ടില്ലാത്ത മലയാളികളാണെങ്കിൽ ജസ്റ്റ് ഇവിടേക്ക് വരിക വെച്ചാൽ നേരിട്ട് ഇതൊന്ന് കാണുക, കണ്ടിട്ട് പോവുക. ഇതൊരു പ്രത്യേക അനുഭവമായിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലുപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പൂക്കളുടെ മാർക്കറ്റ് ഞാൻ അധികം ഇത്ര വലുത് കണ്ടിട്ടില്ല. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ മാർക്കറ്റ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മാർക്കറ്റ്. ഈ ഒരു നല്ല അവിടുത്തെ ആൾക്കാരും നമ്മളോട് സംസാരിക്കാനും, നമുക്ക് ഭാഷ അറിയില്ല എന്നാലും അവർക്ക് മലയാളമൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയും. മലയാളം തമിഴൊക്കെ എല്ലാവർക്കും അറിയും. നല്ല രീതിയിൽ പൂക്കൾ വിലക്കുറവാണ്. റോസാപ്പൂക്കൾക്കൊക്കെ വളരെ വിലക്കുറവാണ്. മുല്ലപ്പൂവും റോസാപ്പൂവും മാലകൾക്കുള്ള പൂക്കളും മാലകൾ, പിന്നെ ഓരോ മാലകൾ 100 രൂപ മുതൽ 50, 100 രൂപ മുതൽ 500 രൂപ വരെ വലിപ്പമുള്ള മാലകൾ, 1000, 2000 ആ റേഞ്ചുള്ള വലിപ്പമുള്ള മാലകൾ അവിടെ കിട്ടും. ഞാൻ എന്തായാലും പോയി കണ്ട് അടിപൊളി ഹാപ്പിയാണ്. നിങ്ങളിത് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായം ഉണ്ടെങ്കിൽ മറക്കാണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കാണാം. എല്ലാവരും ആ മാർക്കറ്റ് അവിടെ പോകുമ്പോൾ ഒന്ന് കാണുക. താങ്ക് യു.